ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്നതിലുപരിയായി, നിങ്ങൾ അറിയുന്നതിലുപരിയായി എന്റെ കർത്താവ് പറയുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഞാൻ നിങ്ങൾ അറിയുന്നതിലുപരിയായി എന്റെ കർത്താവ് പറയുന്നു. ഇവിടെ മുഴങ്ങുന്ന ഓരോ ശബ്ദവും, ഓരോ വചനവും, ഓരോ ആലോചനകളും ഈ സന്ധ്യാസമയത്ത് എല്ലാ ജീവിതങ്ങളിലും വിടുതലായി വ്യാപരിക്കേണ്ടതിനായി നമുക്ക് സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ഇറങ്ങിയ വാഴ്ത്തുന്ന കർത്താവേ, ഈ മന്നാ സഭയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ബ്ലസ്സിനായി, കുടുംബത്തിനായി, ആമേൻ, വിശ്വാസ കുടുംബങ്ങൾക്കായി ഞാൻ സ്തുതിക്കുന്നു. ഈ ടൊറോണ്ടോയിൽ കർത്താവ് ഇപ്രകാരം സഭ ഒരുക്കിയത് അവിടുത്തെ രാജ്യത്തിന്റെ വലിയൊരു വളർച്ചയ്ക്കാണല്ലോ. അതിന് ദൈവം കൂടി ദർശനത്തിനായി സ്തോത്രം, ലീഡർഷിപ്പിനായി സ്തോത്രം, ദൈവത്തിന്റെ എല്ലാ സൗകര്യത്തിനും സാഹചര്യങ്ങൾക്കുമായി ഞാൻ സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യാസങ്ങൾ ഒരുമിച്ച് ആരാധിക്കുവാനായി, ദൈവനം കേൾക്കുവാനായി കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ശക്തമായി വെളിപ്പെടേണ്ടതിനായി ആത്മാവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനയ്ക്കും ദൈവത്തിന് വിരോധമായുള്ള സകല അനുഭവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടേണ്ടതിനായി ഹൃദയങ്ങളുടെ തടസ്സമെല്ലാം ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നവരായി എന്തും സ്വീകരിപ്പാൻ ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്കാണ്, കർത്താവ് തുറക്കുന്നതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ രാത്രിയായി ഞങ്ങളെ സഹായിച്ചാലും ദൈവാത്മാവ് എല്ലാവരുടെ ഇടപെടണമേ. പ്രാർത്ഥനയ്ക്കായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി വേദഭാഗം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം വായിക്കാം. Proverbs chapter 3 verse 5 and 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സ്തോത്രം. നിങ്ങൾക്ക് ഇവിടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ സ്റ്റഡി കാര്യങ്ങളൊക്കെ വചനത്തെ തിട്ടമുള്ള ദേവദാസൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ദൈവം നൽകി 1-2 ആലോചനകൾ അറിയിക്കുവാൻ ദൈവം ശരണപ്പെടുന്നു. സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ ജ്ഞാനങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് ദൈവം തനിക്ക് ഒരു വലിയൊരു ഓപ്ഷൻ കൊടുത്തു. എന്നോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചു കൊടുക്കുക, ഞാൻ തരാം. അന്ന് ശലോമോൻ തിരഞ്ഞെടുത്ത ഒരു അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമായിരുന്നു. സ്തോത്രം. ഈ ജ്ഞാനത്താൽ ദൈവം ശലോമോനെ നിറച്ചപ്പോൾ തൻ്റെ ആ ജീവിതത്തെ പറ്റി കാണുന്ന വേൾഡ് വ്യൂയും തന്റെ ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും മുഴുവനും മാറുവാനായി തീർന്നു. സകലതും പ്രോഫിറ്റബിൾ ആണ്, സകലതും നല്ലതാണ്, സകലതും അനുഗ്രഹമാണെന്ന് ചിന്തിച്ച ശലോമോൻ ദൈവത്തിന്റെ ജ്ഞാനം തന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ മനസ്സിലായി ഈ ലോകത്തിൽ കാണുന്ന സകലതും മായയാണ്. സ്തോത്രം. ഈ ശലോമോൻ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ താൻ എഴുതിയ അവൻ വലിയ ജ്ഞാനങ്ങളിൽ ഒന്നെ ചെറിയൊരു വേദഭാഗം മാത്രമാണ് വായിച്ചത്. ഒന്നാണ് പറഞ്ഞത്, വായിക്കാം. അതിന്റെ 5-ാമത്തെ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ സന്നിധി ലീൻ ചെയ്യുന്നവരായിരിക്കണം, ദൈവത്തിലേക്ക് ലീൻ ചെയ്യുന്നവരായിരിക്കണം. പലപ്പോഴും നമുക്കറിയത്തില്ല എങ്ങനെയാണ് ലീൻ ചെയ്യാൻ. നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് ആരെങ്കിലും ഒന്ന് താങ്ങാനുണ്ടെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ച പല നിമിഷങ്ങളുമുണ്ട്. ഒരാശ്വാസ വാക്ക് പറയുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആരെങ്കിലും ഞങ്ങൾക്കൊരു നിർദ്ദേശം, ഒരു ഗൈഡൻസ് നൽകിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുകയും അതിന് ശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും. പക്ഷേ ശലോമോനോട് പറയുകയാണ്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്തോത്രം. ശലോമോൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ കാണുന്ന സകലതും പരാജയപ്പെടുവാൻ സാധ്യതയുള്ളതും പരാജയപ്പെടുന്നതുമാണ്. പക്ഷെ പരാജയപ്പെടാത്തൊരു സപ്പോർട്ട് 24 മണിക്കൂറും 7 ദിവസവും എന്തിനു പറഞ്ഞു നമ്മുടെ ആയുസ് മുഴുവനും ഒരുപോലെ പരാജയപ്പെടാൻ നിൽക്കുന്നത് എനിക്ക് ദൈവം നൽകുന്നൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ സപ്പോർട്ടിലായിരിക്കണം നമ്മുടെ പൂർണ്ണ ആശ്രയം. ദൈവത്തിലേക്ക് നമ്മൾ ചാടണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെ ചാടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ബലഹീനനാണ്. അല്പം കഴിയുമ്പോൾ കരം താഴ്ന്നു പോകും, അല്പം കഴിയുമ്പോൾ അവന്റെ ബുദ്ധി തളർന്നു പോകും, അല്പം കഴിയുമ്പോൾ അവന്റെ ആലോചന വ്യർത്ഥമായി പോകും, അല്പം കഴിയുമ്പോൾ അവനും പറയുന്നതൊക്കെയും തിരിച്ചു പറയേണ്ട അവസ്ഥകൾ വരും. പക്ഷെ എന്റെ കർത്താവ് പറഞ്ഞത് വാക്ക് മാറിയിട്ടില്ല. എന്റെ കർത്താവ് നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വീണിട്ടില്ല. എന്റെ കർത്താവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല. ഈ പകൽക്കാലം പറയട്ടെ, അവൻ നമ്മുടെ അൺഫെയിലിംഗ് ആയിട്ടുള്ള
സപ്പോർട്ടാണ്. നമുക്ക് ആ സപ്പോർട്ടിൽ അങ്ങ് ചാരാം. ഞാൻ പ്രസംഗ വിഷയം ഇതാണ്. ദൈവത്തിൽ നമുക്ക് ലീൻ ചെയ്യാം. നമ്മുടെ എവരിഡേ ലൈഫിലും നമ്മുടെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും, നമ്മുടെ ഓരോ യാത്രയിലും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നാം ലോകത്തിലല്ല, മനുഷ്യനിലല്ല, കഴിവിലല്ല, പണത്തിലല്ല, നിയമങ്ങളിലല്ല, യാതൊന്നിലുമല്ല നാം ചാരുന്നത് ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ എന്റെ കർത്താവായ ദൈവത്തിലാണെങ്കിൽ ആ ചാരുന്ന ഇടം ഒരിക്കലും അനങ്ങത്തില്ല. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, ഈ കാണുന്നതൊക്കെയും മാറിയാലും നമുക്ക് നൽകുന്ന ആ സപ്പോർട്ട് അത് നിത്യമായും നിലനിൽക്കുന്നതൊന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്ക് ചാരുവാൻ അൺഫെയിലിംഗ് സപ്പോർട്ട് കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചാരുന്നതിന് മുൻപ് എവിടെയാ ചാരെന്ന് ശ്രദ്ധിക്കണം. കാരണം ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഈ ബൈബിൾ ഇവിടെ വായിച്ചു, പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റാൻഡിനെ. ഇതുപോലെ പലപ്പോഴും നമ്മൾ ആരുടെ സംസാരിച്ച് ടയേർഡ് ആകുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ചാരിക്കും. ചാരപ്പോൾ ഇതിങ്ങനെ മാറിപ്പോ ഓർക്കുന്നത്, അയ്യോ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല എന്ന് മനസ്സിലാക്കി. പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാണ്, നമ്മളെ താങ്ങിക്കൊള്ളുന്നത് നാം വിചാരിക്കാറുണ്ട്. നമ്മൾ ചാരി നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് പലതിലും ചാരിട്ടുണ്ട്, പലതും ചാരിട്ട് വീഴാൻ പോയിട്ടുമുണ്ട്. അവൻ ചാരുന്നതിന് മുൻപ് എവിടെയാ ചാരെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. ദൈവാത്മാവിന്റെ വൈദ്യനം പറയുന്നത്, സന്ധ്യാസമയത്ത് പറഞ്ഞു, നമുക്ക് ചാരുവാനുള്ളത് ഏകയാശ്രയം ദൈവം മാത്രമാണ്. വേറെ എവിടെയെങ്കിലും ചാരിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കുവാൻ സാധ്യത കുറവാണ്. ശലോമോനാ പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പക്ഷെ പലപ്പോഴും പൂർണ്ണ ഹൃദയം വരത്തില്ല. ഞാൻ ഈ ശാസ്ത്രങ്ങളിൽ പോയി തനിച്ചായ നിമിഷങ്ങളും ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ഒത്തിരി കൊടുക്കുന്ന എല്ലാവർക്കും ഒരു സ്റ്റോറി പറയാനും കാണും. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ ചില കമ്പാർട്ട്മെന്റ് മാത്രം ദൈവത്തിന് കൊടുത്തിട്ടുള്ളൂ. ചിലതൊക്കെ നമ്മൾ കൈവെക്കും. വലിയ എന്തോ കുക്കിങ്ങിൽ കംപ്ലീറ്റ് നമ്മൾ അതിനകത്ത് ദൈവത്തിന് ഹിതമൊന്നും അറിയേണ്ട ആവശ്യമില്ല. പർച്ചേസിന് പൈസ ഉണ്ടെങ്കിൽ എന്തും മേടിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന കാലത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇതൊക്കെ ദൈവത്തോട് കൂടുതൽ അയച്ചു കൊടുക്കുക. അതൊക്കെ ദൈവത്തിന്റെ കമ്പാർട്ട്മെന്റാണ്. ഇല്ലയോ? അപ്പൊ അങ്ങനെ കാരണം കുപ്പിയിലൊന്നും അഭിഷേകം കിട്ടത്തില്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ആരുടെ കുപ്പിയിലൊക്കെ അഭിഷേകം കൊടുക്കുന്നത് അയാളെ കാണാനില്ല ഇപ്പോൾ. സ്തോത്രം. കുപ്പിയിൽ അഭിഷേകം കൊടുക്കുന്നവരും പ്രാർത്ഥിച്ച് വെള്ളം കുപ്പിയിൽ അഴിച്ച് കച്ചവടം ചെയ്യുന്നവരൊക്കെ പലരുണ്ട്. എങ്ങാനൊരു വെള്ളം കൊടുക്കുന്നത് പോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമക്കളെ നമുക്കറിയാം, സ്തോത്രം, ഇവിടെ കുപ്പിയിലൊന്നും അഭിഷേകം പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പൂർണ്ണമായ അഭിഷേകത്തിന് വേണ്ടി ആശ്രയിക്കും, പ്രാർത്ഥനയ്ക്ക് ആശ്രയിക്കും, ആരാധനയ്ക്ക് ആശ്രയിക്കും, എന്നെ പോലെയുള്ള പ്രസംഗം തയ്യാറാക്കാൻ ആശ്രയിക്കും. പക്ഷെ മറ്റു ചില കാര്യങ്ങളൊക്കെ എന്ത് പോകും, ഒരു ഉപദേശം അല്ലെങ്കിൽ കൗൺസിലർ നമ്മൾ നോക്കുക, അതെല്ലാം ചെയ്യാറുണ്ട്. ദൈവം ഇവിടെ ശലോമോൻ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന്റെ സകലത്തിലും ആശ്രയിക്കണമെന്നാണ്. ദൈവത്തിന്റെ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് ഒതുക്കാതെ എൻ്റെ ജീവിതത്തെ സകല വിഷയങ്ങളിലും ദൈവത്തെ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം. അത് ഒരു പാതി ഹൃദയത്തോടെ അല്ല, മുഴുവനും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെയും 13-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ഉം 13-ഉം വാക്യവും വായിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. മതി, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? താങ്ങും. സ്തോത്രം. ദൈവം പറയുക, കർത്താവ് നീതിയുള്ള വലം കൈ കൊണ്ട് ദൈവത്തെ നമ്മളെ കാണാനുണ്ട്. ദൈവമായിട്ട് പലപ്പോഴും ഈ കരം നമ്മളെ കാണാറില്ല, പക്ഷെ ഈ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരോ ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റാരോ ആണ് നമ്മളെ താങ്ങെന്ന് പറയണ്ട. ക്രെഡിറ്റ് റോങ് പ്ലേസിൽ കൊടുക്കരുത്. അത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമില്ല. നമ്മൾ കാണാതെ സദാകാലം ഒരു നീതിയുടെ കരം നമ്മുടെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് നാം പലപ്പോഴും വീണു പോകാത്തത്. സ്തോത്രം. കാറ്റ് പലപ്പോഴും പഠിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വാഴക്കൊലുണ്ട് അല്ലെ. ഈ വാഴ കുഞ്ഞാകുമ്പോഴും സപ്പോർട്ടില്ല, പതുക്കെ ഇങ്ങനെ വളർന്നു വരും. അത് നല്ലൊരു വാഴക്കൊലയൊക്കെ ഇനി വരുമ്പോൾ എന്ത് ചെയ്യും? ഉടനെ ഒരു സപ്പോർട്ടർ കെട്ടൊക്കെ കെട്ടി ഒരു കമ്പം കൊടുത്ത് എന്ത് ചെയ്യും? നിർത്തും. കാരണം ഇനി കാറ്റ് അടിച്ചാൽ എന്ത് ചെയ്യും? വീഴാൻ സാധ്യതയുണ്ട്. ഇതാർക്കറിയാം? കൃഷിക്കാരൻ. ദൈവമക്കളെ, എന്നെ നിങ്ങളെ നിർമ്മിച്ച കർത്താവിന്റെ ഏത് നിമിഷത്താണ് ഒരു അഡീഷണൽ സപ്പോർട്ട് വയ്ക്കേണ്ടത്. ആ നിമിഷത്തിൽ ദൈവം ചില വ്യക്തി
ദൈവം എഴുന്നേൽപ്പിക്കും. ആ നിമിഷം ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കും. ആ നിമിഷം സാധുവാദികൾ എഴുന്നേൽപ്പിക്കും. ആ നിമിഷത്തിൽ നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മുടെ മുന്നിൽ കടന്നു വരും. അത് എന്റെ കർത്താവ് എടുക്കുന്നതാ. അവൻ കൃഷിക്കാരനായ നല്ല ഇടയനായ എന്റെ കർത്താവ് അറിയാം ഏത് സമയത്താണ് എനിക്ക് നിങ്ങൾക്കും ഒരു വിശേഷ കരം ആവശ്യമാണോ, ഒരു പ്രത്യേകമായ സപ്പോർട്ട് ആവശ്യമാണോ, അപ്പോൾ എന്റെ കർത്താവ് കൊണ്ടുവരും എനിക്കും നിങ്ങൾക്കും ആവശ്യമായ സപ്പോർട്ട്. അതുകൊണ്ട് ശലോമോൻ പറയുന്നു, നീ യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ചിലർക്ക് നമുക്ക് ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് എല്ലാവരും വേണമല്ലോ, അതുകൊണ്ട് അവരിവരെയൊക്കെ നമുക്ക് നോക്കി അവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവരണം. ഏത് സമയത്താണ് ആവശ്യം വരുന്നത് അറിയത്തില്ല. ദൈവമക്കളെ, ആവശ്യം നോക്കി നമ്മൾ ആൾക്കാരെ കണ്ടുവെക്കണ്ട. ഇന്ന് കണ്ടവരെ നാളെ കാണത്തില്ല, ഇന്ന് പറഞ്ഞവർ നാളെ ആവശ്യം കാര്യം പറയത്തില്ല. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, മനുഷ്യന്റെ പരിമിതികളാണത്. സ്തോത്രം. പക്ഷെ കർത്താവ് പറയില്ല, ഞാൻ ഇന്നും എന്നും നിന്നോട് കൂടെ എന്നും ഉണ്ട്. എന്റെ നീതിയുള്ള കാര്യം കൊണ്ട് ഞാൻ ചെയ്യും നിന്നെ താങ്ങുന്ന. അമ്മച്ചി ആ 13ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അതെ. ഞാനിത് വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെ താങ്ങുക മാത്രമല്ല, നമ്മുടെ വലം കൈ നമ്മളെ പിടിക്കുക. സ്തോത്രം. നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകും, പ്രത്യേകിച്ച് റോഡിന്റെ സൈഡിലൂടെ പോകുന്ന കുഞ്ഞു പിള്ളേർ, എൻ്റെ കൊച്ചു മോളുണ്ട്, 3 വയസ്സായി, കയ്യിൽ പിടിക്കാണോ പെട്ടെന്ന് എന്ത് ചെയ്യും, ഓടിപ്പോവും. പലപ്പോഴും നമ്മൾ അങ്ങനെയാ. കർത്താവ് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഡീവിയേറ്റ് സാധ്യത. കാരണം റോഡ് സൈഡിലൊക്കെ ഒരുപാട് സൈഡിൽ പോകണ്ട, ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പറഞ്ഞ ശത്രുവായവന് ഡിസീവിങ് ഉണ്ട്. പല അഡ്വർടൈസ്മെന്റാണ് സൈഡിലോട്ട് വരിക. എന്റെ കർത്താവ് അറിയാം, നമ്മുടെ പരിമിതികളെയുന്ന നമ്മുടെ ബലഹീനതയുന്ന നല്ല നാഥൻ അവൻ കരം പിടിച്ച് നടത്തും. നടക്കുവാൻ കഴിയാത്ത മേഖലകളിലും ഭാരമുള്ള മേഖലകളിലും അവൻ കരം പിടിച്ച് നടത്തുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാൻ വേദം 37-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം വായിക്കും. 37-ാം സങ്കീർത്തനം അതിന്റെ 24-ാമത്തെ വാക്യം. അവൻ വീണാലും നിലം പരിചയാകില്ല. അത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണാലും നിലം പരിചയാകുകയില്ല. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരു സാക്ഷിയാണ് ഇതിനെപ്പറ്റി പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് നിൽക്കാനും മനുഷ്യമായിട്ട് ആശ്രയിക്കാനും പലരിലും നമ്മൾ ആശ്രയിക്കാൻ ചാരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ചാരാൻ തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും പലരും മാറിക്കൊടുത്തിട്ട് നമ്മൾ നിലം പരിചയാൻ സാധ്യതയുള്ള മേഖലയിൽ കർത്താവിന്റെ കരം നമ്മൾ തേടിയെത്തി. നമ്മൾ വീണു പോകും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തി, നമ്മളെ സപ്പോർട്ട്, ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അൺഎംപ്ലോയ്മെന്റ്. ഒറ്റയടിക്ക് 3 പേർക്ക് ജോലി പോയി. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേര് ഒറ്റയടിക്ക് 3 പേരെ ജോലി പോയി. അവരെല്ലാവരും ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ജോലിയായിരുന്നു. എല്ലാവരും ഭാരപ്പെട്ടു. ഇനി ഒരാൾ പറയാ, ഈ മാസം കൂടെ കഴിഞ്ഞ് റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല, എൻ്റെ ഒരു ഭാര്യ ഗർഭിണിയാണ്, എനിക്ക് പൈസ ആവശ്യമാണ്, എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ഞങ്ങളുടെ ഭാരപ്പെടണ്ട, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവർ ചാരിയത് ആ ജോലിയിലാണ്. ഭാര്യ ഗർഭിണിയാണ്, കടഭാരമുണ്ട്, എൻ്റെ ഏക ചാരേണ്ട ഒരു സാഹചര്യം, സാമ്പത്തിക വിഷയം ഈ ജോലിയാണ്, ട്രക്കിംഗ് ബിസിനസ്സാ, അതിലങ്ങ് ചാരിയത്. പക്ഷേ ട്രക്ക് മാറിക്കൊടുത്ത് ആളിപ്പോൾ നിലം പരിച്ച് ആർക്കൊന്ന് ചിന്തിച്ചു. ഞങ്ങൾ കണ്ടൊരു കരമുണ്ട്, ഒരു കരം താണിറങ്ങി താങ്ങുന്ന കരം. ദൈവമക്കളെ, എന്റെ കർത്താവ് നമ്മളെ ബലഹീന അറിയാം. നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ പലപ്പോഴും കൂടുതലായി ചാരാറുണ്ട്. പക്ഷെ ആ ചാരുന്ന ഇടമൊന്ന് മാറിക്കൊടുക്കുമ്പോൾ അവൻ മാറാത്ത കർത്താവ് കരമായി ഇറങ്ങി വരും. അതാണ് വചനം പറഞ്ഞത്, അവൻ വീണാലും നിലം പരിചയാകില്ല. നാം വീണു പോകാൻ പല മേഖലകളുണ്ട്. പക്ഷെ കർത്താവിന് അറിയാം ഇതെപ്പോഴാണോ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ അവർക്കൊരു കരം നമ്മെ താങ്ങുവരുത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത്, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ. ആമേൻ. സ്തോത്രം. പലപ്പോഴും അറിയത്തില്ല, കാരണം അദൃശ്യക്കാരൻ നിർത്തുക, അദൃശ്യകരമുണ്ട്, നമ്മൾ കാണുന്നില്ല. നമ്മൾ പലർക്കും വീഴുമായിരുന്നു, പക്ഷെ കർത്താവിന്റെ കരമോടെ നമ്മൾ താങ്ങുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഒരു വേദവാക്യം സങ്കീർത്തനം 20-ാം അധ്യായം 7-8 വായിച്ചാട്ടെ. സങ്കീർത്തനം 20-ാം അധ്യായം 7-8 വായിച്ചു. ഇവിടെ 2 ഗ്രൂപ്പുകാരെ പറ്റി പറയുന്നു. ഒന്ന്, ഒരു ഗ്രൂപ്പുകാര് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ. രണ്ടാമത്തെ ഗ്രൂപ്പ്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഈ രഥങ്ങളും കുതിരകളും ഒരു രാജ്യത്തിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എത്രത്തോളം കാലാൽപ്പടയുണ്ട്, എത്രത്തോളം കുതിരപ്പടയുണ്ട്. ഇപ്പൊ പിന്നെ പോർ വിമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും വെച്ചാണ് അവർ ചെയ്യുന്നത്, വിജയത്തെ അവർ കണക്കാക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ചിലർ അതുപോലെ രഥങ്ങളിലും കുതിരകളിലും ഭൗതികമായുള്ള ശക്തികളിൽ ആശ്രയിക്കുന്നു.
ആശ്രയിക്കുന്നു. അടുത്ത വേദഭാഗം വായിച്ച സഹോദരി. എന്നാൽ അവരെന്ത് ചെയ്തു? കുനിഞ്ഞു വീണുപോയി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. കുതിരകളിൽ ആശ്രയിച്ചവർ, അവൻ ബാഹ്യമായ ശക്തികൾ ആശ്രയിച്ചവരൊക്കെയും അവർ നിലത്ത് കിടക്കുമ്പോൾ ആശ്രയിപ്പാൻ ഒന്നുമില്ലാതെ ഏക ദൈവത്തിൽ ആശ്രയിച്ച ആ ദൈവജനർ ഞങ്ങൾ നിവർന്നു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിന്നതൊന്നും ബാഹ്യശക്തി ഉണ്ടായതുകൊണ്ടല്ല, കുതിരപ്പട ഉണ്ടായതുകൊണ്ടല്ല, വലിയ ശക്തികളും വലിയ ഭൗതികമായ ബാക്കപ്പും ഉള്ളതുകൊണ്ടായിരുന്നില്ല. എന്റെ കർത്താവ് എന്നെ നിങ്ങൾ നിർത്തിയത് കൊണ്ടാണ് പലരും വീടെടുത്ത് നാം നിവർന്നു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. മനുഷ്യന്റെ വാക്കിൽ വീണു പോകണ്ട. നമ്മുടെ ജോലിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണ്ട, നമ്മുടെ സേവിങ്ങിൽ ട്രസ്റ്റ് ചെയ്യണ്ട, അവയെ നമുക്ക് ആരൊക്കെ സഹായിക്കുന്ന ട്രസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോഴും അഡീഷണൽ സഹായം ആവശ്യം കർത്താവിനറിയാം, അത് എപ്പോഴും ഓപ്പൺ ചെയ്യണമെന്ന്. ദൈവത്തിനറിയാം. നമ്മൾ അതിനുവേണ്ടി നെട്ടോട്ടം ഓടാൻ വേണ്ട, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ട. എന്റെ ദൈവത്തിന് പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവൻ നൽകുന്നത് എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ആശ്രയം വലിയ ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സദാകാലം ദൈവം കൂടെ ഇരുന്നവർക്ക് ആവശ്യമെല്ലാം ചെയ്തു കൊടുക്കും. അത് കർത്താവിന്റെ നീതിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒന്നാമത്തെ ഭാഗം വായിച്ചത്, അവന് അൺഫെയിലിംഗ് ആയിട്ടുള്ള സപ്പോർട്ട്. ആരാ? നമ്മൾ കർത്താവ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അവർ അൺഫെയിലിംഗ് സപ്പോർട്ട് എനിക്കും നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയായിരിക്കും. സ്തോത്രം. സദൃശ്യവാക്യം അതിന് 5-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം വായിച്ചാട്ടെ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഒരു അൺഫെയിലിംഗ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ദൈവത്തിനുണ്ട്. ഇവിടെ ശലോമോൻ പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മുടെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ, ഈ ശലോമോൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ ശലോമോനെ ആരും ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നില്ല, അത്രയും ജ്ഞാനമുള്ള ശലോമോൻ പറയുകയാണ്, എൻ്റെ എത്ര ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ടെങ്കിൽ പോലും അതിൽ ഞാൻ ഊന്നരുത് എന്ന് ശലോമോൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ടെങ്കിലും എത്രത്തോളം എക്സ്പേർട്ട് ആയാലും ശരി, അതിൽ ദൈവമക്കളെ നമ്മൾ ഊന്നരുത്. കാരണം അതൊക്കെ ഫെയിലാകാൻ സാധ്യത ഉള്ളതാണ്. നമുക്കോർക്കും അതൊക്കെ എക്സ്പേർട്ട് അഡ്വൈസാന്ന് ഓർക്കും, പക്ഷേ അതൊക്കെ എക്സ്പേർട്ട് അല്ലാതെ പോകും. പക്ഷെ കർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് അൺഫെയിലിംഗ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. കർത്താവ് എല്ലാവരെയും അടുത്തറിയുന്ന ദൈവമാണ്. ആമേൻ. യെശയ്യാപ്രവചനം 40-28 വാക്യം ഇങ്ങനെ കാണുന്നു. വായിക്കാം. യെശയ്യാപ്രവചനം 40-28 വാക്യം. നിനക്കറിഞ്ഞുകൂടെയോ? യഹോവ നിത്യദൈവം, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രേമത്രേ. ദൈവമക്കളെ, അവൻ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, ഒരിക്കലും തളർന്നു പോകുന്നില്ല. ഈ സകലത്തിനെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കി തീർക്കാൻ പറ്റാത്ത ഒന്നാണ്. കർത്താവ് പറയുക, എന്നോട് നീ ചോദിച്ചോളുക. അവൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിന്റെ അണ്ടർസ്റ്റാൻഡിലേക്ക് നമുക്ക് ലീൻ ചെയ്യാം. നമ്മുടെ സ്വന്തം അറിവിലും സ്വന്തം ബുദ്ധിയിലും നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ നമ്മൾ ലീൻ ചെയ്യണ്ട. ദൈവമക്കളെ, നമുക്ക് ഈ കാലഘട്ടം ജീവിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബിസിനസ് അഡ്വൈസർ ഉണ്ട്, ലോൺ അഡ്വൈസർ ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. അബ്രഹാമിനടുത്ത് ദൈവം പറഞ്ഞു, നിന്റെ മകൻ, നീ സ്നേഹിക്കുന്ന മകനെ, നീ വളരെ കാലത്തിൽ നിന്ന് കിട്ടിയ മകനെ, മോനെ ആ മനയെ കൊണ്ട് എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അബ്രഹാം വളരെ ദൈവം കൊടുത്തൊരു ബുദ്ധിയുണ്ട്. നീ ഉള്ളതിന് എല്ലാത്തിനും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിർത്തേണ്ടത് നിർത്തണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഭാര്യക്കാരെ നിർത്തേണ്ടത് നിർത്തി, ഭാര്യ നിർത്തേണ്ടത് നിർത്തി. താൻ ചെയ്യാൻ വേണ്ടി തടസ്സമൊന്നുമില്ലാതെ താൻ ആശ്രയിക്കേണ്ടതെല്ലാം ആശ്രയിച്ചു. അവിടെ അബ്രഹാം പരാജയപ്പെട്ടില്ല. ദൈവമക്കളെ, നമുക്ക് ദൈവം നൽകിക്കുന്ന ബാഹ്യമായ ശക്തികളും അറിവുകളും എക്സ്പേർട്ട് അഡ്വൈസസും എല്ലാം നിർത്തുകയും അൾട്ടിമേറ്റ് ആയിട്ട് നാം അതിലൊന്നും ഊന്നാതെ ദൈവത്തിലൂടെ ആ അറിവിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാപിക്കണം. ഓരോ തീരുമാനം എടുക്കുമ്പോഴും നാം ദൈവത്തോട് കർത്താവേ, എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന വിഷയമാണ്, എൻ്റെ അഡ്വൈസസ് ഇതാണ്, എനിക്ക് അഡ്വൈസസ് ആണ്, പക്ഷേ ഇതാണോ ദൈവത്തിന്റെ പദ്ധതി? ഇതാണോ ദൈവത്തിന്റെ ഹിതം? കാരണം അവൻ ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ ദൈവമാണ്. അവൻ ഏത് നിമിഷത്തിൽ എന്തും ചെയ്യാം, ഏത് നിമിഷത്തിൽ ഏത് വാങ്ങും തുറക്കാം, ഏത് നിമിഷം ഏത് വാങ്ങി അടക്കുവാനുള്ള കഴിവുണ്ട്, ശക്തിയുമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? മോശ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ.
മോശയ്ക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ അറിവുണ്ടായിരുന്നു, പക്ഷെ ദൈവത്തോട് ചോദിച്ചതെല്ലാത്തിനും നമുക്ക് വിജയം കണ്ടെത്തിയിരുന്നു. ദൈവമക്കളെ, ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കുക. അവൻ അൺഫെയിലിംഗ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ. നമ്മളെ പരാജയപ്പെടാതെ ഒരു വിക്ടോറിയസ് ലൈഫിന് വേണ്ടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിക്കാമോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള ഇവിടെ കഥ. നീ അറിയാത്ത, ദൈവം പറയാം. അപ്പൊ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുക നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല അറിവുണ്ട്. ഞാൻ നേരത്തെ ചെയ്തതാ, ഞാൻ 10 പ്രാവശ്യം ചെയ്തതാ, ഞാൻ ആണ്ടുകൊണ്ട് ചെയ്ത കാര്യമാണ്. ദൈവമക്കളെ, നമുക്ക് വലിയ ചരിത്രം എഴുതി കാണിക്കാൻ പറ്റും, ഒരു വലിയൊരു വിജയത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്റെ ദൈവത്തിന് അറിയാം. പക്ഷെ എനിക്ക് നിന്റെ സന്തോഷം വകയുണ്ട്. നമുക്കറിയത്തിന് കുഴപ്പമില്ല, ദൈവത്തെ അറിയാമല്ലോ. നമുക്ക് എല്ലാത്തിനും അറിവില്ലേ കുഴപ്പമില്ല, കർത്താവിനെ അറിയാം. ഹല്ലേലൂയ. പക്ഷെ ദൈവം എനിക്കെന്ന് പറയുന്ന നല്ലൊരു അനുഗ്രഹമാണ്. ആ ദൈവത്തിൽ ലീഡ് ചെയ്യുക, ആ അണ്ടർസ്റ്റാൻഡ് നമ്മളിലേക്ക് പകർന്നു തരും, ആ അറിവ് നമ്മളിലേക്ക് പകർന്നു തരും. ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരും. നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് നാളെ നമുക്ക് എന്തായിത്തീരും, നമ്മൾ പോകുന്ന വഴിയിൽ എന്താണുള്ളത്, ഇന്ന തീരുമാനമെടുത്താൽ അതിന്റെ ആ സൈഡ് എഫക്ട് എന്തായിത്തീരും എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ആരംഭം കാണുമ്പോൾ അവസാനം കാണാൻ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സാഹചര്യം വ്യക്തമായി തെളിയിച്ചു കൊടുക്കും. അൺഫെയിലിംഗ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദൈവത്തെ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. 16-ാം അധ്യായം സങ്കീർത്തനം 7-ാം വാക്യം ഇങ്ങനെ കാണുന്നു. വായിച്ചാൽ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. ഇവിടെ സങ്കീർത്തനക്കാരൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ച ആളാരാ? ദൈവമാ. സ്തോത്രം. സ്വന്തം ബുദ്ധിയിൽ ഊന്നണ്ട, നമുക്ക് ഉപദേശിച്ചു തരുവാൻ ബുദ്ധി ഉപദേശിച്ചു തരുവാൻ കർത്താവുണ്ട്. അവൻ പറയുന്നത് ഉവ്വെന്നും ഇല്ല ഇല്ല എന്നും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കാൽക്കുലേഷൻ ആയിരിക്കത്തില്ല കർത്താവിന്റെ കാൽക്കുലേഷൻ. നമ്മൾ ഇന്നും ഇന്നലെയെ കുറിച്ച് കണ്ടിട്ട് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നാളെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി നോക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന കർത്താവാണ്. നമ്മൾ ആരായി തീരുമെന്നും എവിടെ എത്തുമെന്നും അവിടെ എത്തി എന്ത് ചെയ്യുമെന്നും ഏത് വിജയം കാണുമെന്നും വ്യക്തമായി അറിയുന്ന കർത്താവിനെ ആശ്രയിക്കുക. അവന്റെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റത്തില്ല. അൺഫെയിലിംഗ് അണ്ടർസ്റ്റാൻഡിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്തെ ഭാഗത്തേക്ക് തിരിക്കുക. 3-ാം അധ്യായം സദൃശവാക്യങ്ങൾ 6-ാമത്തെ വാക്യം വായിച്ചാണ്. നിന്റെ എല്ലാ വഴികളും നിന്ന് അവനെ നനച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഞാൻ ഒരു പ്രസംഗം ഇങ്ങനെ പറഞ്ഞു, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാല് പലപ്പോഴും അങ്ങനെയാണ്. ദൈവത്തെ സന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വേണ്ടി വഴി തുറക്കണേ, വഴി തുറക്കണേ, വഴി തുറക്കണമേ. എന്നിട്ട് വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അക്നോളജ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല. ദൈവം പറയുന്നത് നിന്റെ എല്ലാ വഴികളിലും. അവിടെ നമുക്ക് അസാധ്യമായ വഴികളിൽ മാത്രമല്ല, എല്ലാ വഴികളിലും എന്റെ കർത്താവിനെ നിലച്ചു പോകും. എല്ലാം അക്നോളജ് ചെയ്യും. കർത്താവേ അവൻ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംസാരിച്ചപ്പോൾ ഒരു ദേവദാസനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഈ ദേവദാസ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പോലും പ്രാർത്ഥിച്ചാ പോകുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഡീല് കിട്ടാൻ വേണ്ടി. നമുക്കൊരു തമാശയാണ് തോന്നും കേട്ടോ. പക്ഷെ എല്ലാ വഴികളിലും എല്ലാ തീരുമാനങ്ങളും എൻ്റെ യേശുവിനെ താൻ ഇൻവോൾവ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യേണ്ട ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യാനാണ് വിളിച്ചു. കാരണം അത് നല്ല ഡീൽ കിട്ടും. ഒരു ട്രൈ ചെയ്ത് നോക്കിയേ. നാളെ ഫോൺ ചെയ്തിട്ട് എൻ്റെ നടക്കും അറിയരുത്. ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും എല്ലാ വഴികളിലും ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞത്, നമുക്ക് എല്ലാം മേലെ എൻ്റെ യേശുവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. കർത്താവ് പറഞ്ഞത് ഒറ്റയ്ക്ക് ചെയ്യാനല്ല പറഞ്ഞത്. കർത്താവ് ഭയങ്കര ഇഷ്ടം നമ്മുടെ കൂടെ ചെയ്യുവാൻ. കർത്താവ് നമ്മളെല്ലാവരും നമ്മുടെ കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുപോലെ നമ്മുടെ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കതാണ് ആമേൻ സ്തോത്രം. ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പദം ഒത്തിരി വരുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കൂടെ എന്ന് പറഞ്ഞ ഒത്തിരി പദങ്ങളുണ്ട്. എൻ്റെ ദൈവത്താൽ ഞാൻ മരിച്ചാടിക്കണം, ഒത്തിരി പദങ്ങളുണ്ട്. അത് കാരണം നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുക, നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക. പക്ഷേ പലപ്പോഴും
നമുക്കത് സാധിക്കാതെ പോവുക. നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായും എല്ലാ വഴികളും നിറച്ചുകൊള്ളും. ഇവിടെ ഞാൻ പറയുന്നത് കർത്താവ് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ വഴികളെല്ലാം ഞാൻ എന്ത് ചെയ്യും? ദൈവത്തെ നാം ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവ് ഏറ്റെടുക്കും. വലിയൊരു പ്രോമിസാണ്, അൺഫെയിലിംഗ് ആയിട്ടുള്ള പ്രോമിസാണ്, അൺഫെയിലിംഗ് പ്രോമിസ്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഞങ്ങൾ പറഞ്ഞോന്നറിയത്തില്ല. ഞാൻ സെയിൻറ്റ് കാതറിൻസിലെ ആദ്യം 1 വർഷത്തെ ഒരു സ്റ്റഡി പെർമിറ്റ്, സ്റ്റഡി വിസയിൽ ഞാൻ വന്നതാണ്. രണ്ടാമത് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാങ്കിൽ ആവശ്യമായ പൈസ ഒന്നും ഒരു $200 ഉണ്ടായിരുന്നു. എൻ്റെ വിസ എനിക്ക് റിന്യൂ ചെയ്തു. അന്ന് ഞാൻ വളരെയധികം എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ ജോലിക്കും ഞാൻ പോകുമായിരുന്നു. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം സേവ് ചെയ്യുക. എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ള പൈസ ആദ്യത്തെ ഒരു സെമസ്റ്റർ പൈസയെങ്കിലും എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓർത്ത് കഷ്ടപ്പെട്ട് പണി ചെയ്തു. ആ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൽ ഒരു വ്യക്തി എന്നിങ്ങനെ പറഞ്ഞു, എന്താ പ്ലാൻ? ഞാൻ പറഞ്ഞു, ഞാൻ ടൊറോണ്ടോയിൽ ടിൻഡോയിൽ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്, അതിനുവേണ്ടി ആഗ്രഹമാണ്, അതിനുവേണ്ടി ഞാൻ ജോലി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ദയവായി പറയാൻ ഞാൻ ചെയ്തു തരാം. നല്ലൊരു പ്രോമിസ്. ഞാൻ ആ പ്രോമിസ് വിശ്വസിച്ചു. വളരെ സന്തോഷമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രോമിസ് വീണ്ടും ഓർമ്മ വന്നെങ്കിൽ ആവശ്യം വന്നു. എങ്ങനെ പറഞ്ഞു? ദയവായിട്ട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തള്ളിക്കഴിഞ്ഞാൽ അത് വെച്ച് വിസയുടെ റിന്യൂവലിന് ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതല്ലോ, വൈ നോട്ട്, ഐ കൻ ചെയ്യാം, ഉറപ്പാണ് തരാം. പ്രോമിസ് വീണ്ടും കൺഫേംഡ്. വിസയ്ക്ക് എല്ലാ ആപ്ലിക്കേഷൻ എല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാം ഓക്കെയാണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്തു. എന്നിട്ട് ഈ വ്യക്തി ഞാൻ ഫോൺ വിളിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വെറും 30 ദിവസം പേപ്പർ ആപ്ലിക്കേഷൻ 30 ദിവസമുള്ള അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഉള്ളതുകൊണ്ട് എല്ലാം ഡേറ്റ് വിളിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു ദിവസം മുഴുവൻ ഞാൻ ട്രൈ ചെയ്തു, എടുത്തില്ല. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ എൻ്റെ കോൾ സഹിക്കാൻ വയ്യാത്തിൽ പറഞ്ഞു, ഐ ആം റിയലി സോറി, ഐ കനോട്ട് ഹെൽപ് യു അറ്റ് ദിസ് ടൈം. മനുഷ്യൻ്റെ പ്രോമിസാണ്. അവയ്ക്ക് കുറ്റപ്പെടുത്തിയല്ല, അവർക്ക് നമ്മുടെ സാഹചര്യം വന്ന് വീണതുകൊണ്ടാണ്. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, നിന്നെ അച്ഛനെ പഠിപ്പിച്ചു വന്നു. ഞാനവിടെ ദേവദാസൻ ഇവിടെ ഇപ്പോൾ കർത്താവ് സംഗീത വിശ്രമിക്കുന്ന പാസ്റ്റ് ഞാനങ്ങോട്ട് ഡിസ്കസ് ചെയ്തു. പോലീസിനെ വെച്ച്, മോനെ ഇനിയിപ്പോൾ എന്താ പ്ലാൻ? ഞാൻ പറഞ്ഞു, എല്ലാവരും ഇതിനെ എന്താണ് ചെയ്യാൻ പോവാം, ഉള്ളത് വെച്ച്. അപ്പോൾ പുള്ളിക്കാട്ടെ പറഞ്ഞു, ഞാനെങ്കിൽ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാം, വെറും $1000 മാത്രമേ സേവിക്കുന്നുള്ളൂ. താൻ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് വേറെ സഹോദരി അവർ തന്നു. എല്ലാം തന്നപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ $2200 വെച്ചിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കർത്താവ് 3 വർഷത്തെ വിസ തന്നു. മനുഷ്യന്റെ പ്രോമിസ് ഫെയിലാകാൻ സാധ്യതയുണ്ട്. എന്റെ കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാഹചര്യം എത്ര വിരോധമായി വന്നാലും അവന്റെ പ്രോമിസ് മാറുകയില്ല. അവൻ നിയമം മാറ്റിയ ദൈവമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റിയ ദൈവമാണ്. ആകാശത്തെ ഭൂമി ഇളക്കി മറിച്ച ദൈവമാണ്. അവന്റെ മുന്നിൽ ഒന്നും നോ പറയത്തില്ല. എന്റെ കർത്താവിന് യെസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യെസ് ആണ്. എന്റെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. എന്റെ കർത്താവ് നിൽക്കാമെന്ന് നിൽക്കും. എന്റെ കർത്താവ് കൂടെ ഇരിക്കാമെന്ന് ഞാൻ ഇരിക്കും. അവൻ വരുമെന്ന് പറഞ്ഞാൽ വരും. എന്റെ കർത്താവ് അവൻ കള്ളം പറയുവാൻ മനുഷ്യനല്ല. ആ ദൈവത്തിൽ പുറമാസം അൺഫെയിലിംഗ് ആയിട്ടുള്ള പ്രോമിസ്. ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. യോശുവ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഇവിടെ ദൈവം യോശുവയുടെ പ്രോമിസാണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ മുന്നിൽ നിൽക്കുകയില്ല. ദൈവമക്കളെ, എന്റെ കർത്താവിന്റെ പ്രോമിസ് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോമിസ് തടസ്സമായിട്ട് ഒരു വ്യക്തി നിൽക്കത്തില്ല, ഒരു ശക്തി നിൽക്കത്തില്ല, ഒരു പ്രവൃത്തി നിൽക്കത്തില്ല, ഒരു പോരാട്ടം നിൽക്കത്തില്ല, ഒരു നിയമവും നിൽക്കത്തില്ല. ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവ്, എന്റെ കർത്താവ് ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം കിട്ടിയവൻ, വാഗ്ദത്തം ലഭിച്ചവൻ അവൻ ആ വാഗ്ദത്തം പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ മനുഷ്യന്റെ പ്രോമിസിൽ നിങ്ങൾ ലീൻ ചെയ്യരുത്. മനുഷ്യന്റെ പ്രോമിസ് ലീൻ ചെയ്യുക. എന്റെ കർത്താവിന്റെ പ്രോമിസിലേക്ക് നമുക്ക് ലീൻ ചെയ്യുവാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 55 വായിക്കാൻ ഞാൻ പറഞ്ഞു വിടാം. 55:8-9 വായിക്കുമ്പോൾ ആകാശവും ഭൂമിയും എപ്രകാരം ഉയർന്നിരിക്കുമോ അതുപോലെ കർത്താവിന്റെ വിചാരവും ദൈവത്തിന്റെ വഴികളും നമ്മുടെ വഴി, നമ്മുടെ വിചാരം തമ്മിൽ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ വഴിയെ നമുക്ക് ലീൻ ചെയ്യേണ്ട, കർത്താവിന്റെ വഴി ലീൻ ചെയ്താട്ടെ. നമ്മുടെ വിചാരങ്ങൾ നമുക്ക് ലീൻ ചെയ്യേണ്ട, കർത്താവിന്റെ വിചാരം നമുക്ക് ലീൻ ചെയ്താട്ടെ. അതെങ്ങനെ സാധിക്കും? ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇപ്രകാരമാണ് പറഞ്ഞത്. യേശു കർത്താവ് അവസാനമായി ശിഷ്യന്മാരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം,
കാര്യമുണ്ട്. ആമേൻ. നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോരുത്. പിതാവ് ഞാൻ ആമേൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ആ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വായിക്കാം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാണ്ട്. 16-ാം അധ്യായം 13-ാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ നടക്കേണ്ടുന്ന വഴി ഏതാണെന്നും ആമേൻ എല്ലാം വളഞ്ഞിരിക്കുന്ന വഴികളെ നേരാക്കി തീർക്കുന്ന ആ പരിശുദ്ധാത്മാവ്, ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ്, അൺഫെയിലിംഗ് സപ്പോർട്ട് തരുന്ന പരിശുദ്ധാത്മാവ്, അൺഫെയിലിംഗ് ആയിട്ടുള്ള അഡ്വൈസ് എന്ന പരിശുദ്ധാത്മാവ്, അൺഫെയിലിംഗ് ആയിട്ടുള്ള പ്രോമിസ് എന്ന പരിശുദ്ധാത്മാവ് അവൻ സദാകാലം നമ്മുടെ ഒപ്പം നൽകിയിട്ടുണ്ട്. അവൻ യോശുവോട് പറഞ്ഞു, മോശെ ഇരുന്നതുപോലെ യേശു തന്റെ ശിഷ്യന്മാർക്കും പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവൻ എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുമ്പോൾ ആമേൻ അവന്റെ സപ്പോർട്ട് ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അവന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അവന്റെ പ്രോമിസ് ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, അവനിലേക്ക് ചാരാം. ഹല്ലേലൂയ. നമ്മൾ ചാരുന്നത് ഇപ്പൊ ഏതിലാണ്? ആ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളാണോ? എന്റെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാമോ? കർത്താവിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാമോ? ഇപ്പോൾ ഒരു സംഭവം ഓർമ്മ വരുന്നത്, 12 സംവത്സരം ആമേൻ രക്തസ്രാവപ്പെട്ട സ്ത്രീ ആമേൻ തന്റെ ഉപജീവന മാർഗം മുഴുവനും തന്റെ സേവിങ്സ് മുഴുവനും വൈദ്യന്മാർക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാം കൊടുത്തു. രക്തസ്രാവം നിന്നില്ല. തന്റെ ഏണീസ് മുഴുവനും കൊടുത്തു. അവസാനം ഇങ്ങനെ ചിന്തിച്ചു, ഇനി എനിക്ക് ചാരുവാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും കണ്ടു. അതാ വേണ്ടിയത്. ഇനി പറഞ്ഞു, എനിക്ക് ആശ്രയിപ്പാൻ പണമില്ല, എനിക്ക് ആശ്രയിപ്പാൻ വൈദ്യന്മാരുമില്ല, എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. 12 വർഷം ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എൻ്റെ കർത്താവ് കൈവിടുന്ന ദൈവമല്ല കേട്ടോ. നമ്മൾ പലതിലും പോയി പരാജയപ്പെടുന്ന പറഞ്ഞ് കുറ്റബോധം തോന്നണ്ട. എൻ്റെ കർത്താവ് കൈവിടത്തില്ല. ദൈവം എന്താ പറയുന്നത്? നീ കർത്താവിന് ചാരുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവിന് ചാരുവാൻ നിനക്ക് പറ്റുമോ? എങ്കിൽ കർത്താവ് കുറ്റം വിധിക്കുന്ന ദൈവമല്ല. അവൻ ജഡ്ജ് ചെയ്ത് മാറ്റിയ ദൈവമല്ല. അവൻ കൃപ നിറഞ്ഞ ദൈവമാണ്. അവൻ അരികിലേക്ക് മാർഗം അടച്ചിട്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമുക്ക് ചാരുവാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതുപോലെ ആമേൻ നിലനിൽക്കുന്ന ഒരു സഹായം, നിലനിൽക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, നിലനിൽക്കുന്ന ഒരു പ്രോമിസ് മറ്റു വേറൊന്നുമില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ നീ എന്നെ നിലനിർത്തിയതിനായി സ്തോത്രം. പലപ്പോഴും ഞാൻ പലതിലും ഞാൻ ചാരി, പലപ്പോഴും ഞാൻ വീണ്ടും നിലംപരിച്ചായി പോകേണ്ടതാണ്. പക്ഷെ നിന്റെ കരം എന്നെ തേടി വന്ന് എന്നെ നിലനിർത്തി. പല അഡ്വൈസും ഞാൻ ആശ്രയിച്ചു, പലതും പരാജയത്തിലേക്ക് നയിച്ചു. ഇന്ന് നമുക്ക് കുറ്റബോധത്തിൽ ജീവിക്കേണ്ട. ആ കർത്താവിലേക്ക് പറയാം, കർത്താവേ എനിക്കറിയാമെന്ന അഡ്വൈസ് നീ നൽകും. എന്നെ നേരായ വഴികൾ നടത്തുവാൻ, എനിക്ക് മുന്നിൽ നിൽക്കുന്ന വഴികളെല്ലാം നേരെയാക്കുവാൻ ഞാൻ കർത്താവ് എൻ്റെ വഴി മുഴുവനും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ വഴികളെല്ലാം എൻ്റെ കർത്താവിനെ നമുക്ക് നിലച്ചു കൊടുക്കാം. അവൻ നമ്മുടെ വഴിയെ നേരെയാകുന്ന ദൈവമാണ്. കർത്താവ് നമുക്ക് പൂർണ്ണമായും ചാരാം. ഹല്ലേലൂയ. സ്വന്തം അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ ഊന്നാതവല്ല, സ്വന്തം വിവേകത്തിൽ ഊന്നാതവല്ല. എന്റെ കർത്താവിന്റെ അണ്ടർസ്റ്റാൻഡിലേക്ക് ഊന്നാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ആയിരിക്കുന്നത് എവിടെയാണ്? ഇന്ന് എവിടെയാണ് നാം ആശ്രയിക്കുന്നത്? എവിടെയായിരിക്കും? നമ്മളെല്ലാവർക്കും പലതരമായ വിഷയങ്ങളുള്ളവരാണ്. ഒരുപക്ഷെ നമ്മൾ പലതരമായ വിഷയങ്ങൾ നാം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇന്ന് പലകാലം ഒന്ന് നമുക്ക് ചിന്തിക്കാം, ഞാൻ എവിടെയാണ് ആശ്രയിക്കുന്നത്? രഥങ്ങളിലും കുതിരകളിലുമാണോ? ഞാനെന്റെ മറ്റ് ഭൗതികമായ വിഷയങ്ങളാണ്, അതോ ഞാൻ ചാരുന്നത് യേശു കർത്താവിലാണ്? ഹല്ലേലൂയ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, സാഹചര്യം മാറാത്ത ഒരു കർത്താവുണ്ട്. അവനിലേക്ക് നമുക്ക് ചാരാം. ആ രക്തസ്രാവം പിടിച്ച സ്ത്രീ പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് ആശ്രയിക്കാൻ വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നിർത്തേണ്ടത് നിർത്താം. ആമേൻ. നമുക്കുള്ള സൗഭാഗ്യം, നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ നിർത്തിക്കൊണ്ട് ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ വൈകുന്നേരകാലം നമ്മുടെ വഴികളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആകാശവും ഭൂമിയും എപ്രകാരമാണോ ആകാശം ഭൂമി ഉയർന്നിരിക്കുന്നുവോ അതുപോലെ കർത്താവിന്റെ വഴി നമ്മുടെ വഴി, കർത്താവിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾ
ഉയർന്നിരിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ പദ്ധതിയിൽ നടക്കണമേ, അവിടുത്തെ വഴിയെ തുറക്കണമേ. അൺഫെയിലിംഗ് ആയിട്ടുള്ള സപ്പോർട്ടായി മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേലിന്റെ അനുഗ്രഹവും വിജയവുമായിരുന്നു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ മോശയുടെ കരം താഴുവാൻ ആരംഭിച്ചു. ഉടനെ പറഞ്ഞ അഹരോനും ഊരിനെടുത്തും കരം താങ്ങുവാൻ വേണ്ടി കൽപ്പിച്ചു. ദൈവമക്കളെ, നമ്മുടെ കരം തളരുമ്പോൾ തളരാതിരിക്കുവാൻ കരങ്ങൾ ദൈവം ഉയർത്തും. നമ്മുടെ സഹായങ്ങളൊക്കെ നിലച്ചു പോകുമ്പോൾ കർത്താവ് എഴുന്നേൽപ്പിക്കും പുതിയ സഹായങ്ങൾ. വഴികൾ അടഞ്ഞു പോകുമ്പോൾ കർത്താവ് പുതിയ വഴികൾ തുറക്കും. അവന്റെ ആലോചനകളൊന്നും വ്യർത്ഥമാകത്തില്ല. എന്റെ കർത്താവ് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ.